ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാവേ. നമ്മള് കഴിഞ്ഞ ദിവസം നിർത്തി ഏതുവരെ ആയിരുന്നടാ? ഒരു പുതിയ ടോപ്പിക് അല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങി അല്ലേ? ഫ്രെയിംസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫ്രെയിംസ് എന്ന് പറഞ്ഞു. പിന്നെയോ ഐ ഫ്രെയിം എന്ന ഒരു ടാഗ് നെയിം ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതെ അല്ലേ? നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേ. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി അതിന്റെ കോഡ് എഴുതി തുടങ്ങാം. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തേ. ശിഖ, റിൻറ്റു അല്ലെങ്കിൽ ഡയാന, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോ? ഓക്കെ, നമ്മൾക്ക് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ എല്ലാവരും. പുതിയ ഫയൽ ഹാൻഡിൽ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്തായിരുന്നോടാ നേരത്തെ നമ്മള്? ഇല്ല, ഫയൽ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത ഹാൻഡിൽ ഫ്രെയിംസ്. ഹാൻഡിൽ ഫ്രെയിം ഓക്കെ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ബേസിക്കിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോസസ്സ്. എന്താ? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. പിന്നെ ഹാൻഡിൽ ഫ്രെയിംസ് എന്ന പേര് കൊടുത്തോളൂ. പിന്നെ ബ്രാക്കറ്റ്സില് ഹാൻഡിൽ ഫ്രെയിംസ് എല്ലാം ക്യാപ്സ് ആയി പോയടാ. സെലേനിയത്തിനല്ലേ? സെലേനിയത്തില് ബേസിക് സെലേനിയം എന്തായിരുന്നു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നെ? ബേസിക് സെലേനിയം എന്നുണ്ടല്ലോ കൊടുത്തിരുന്നെ. ബേസിക് സെലേനിയം. ബേസിക് സെലേനിയം. ഒരു സെക്കൻഡ് ആണെന്നാണ് എന്റെ വിശ്വാസം. സ്മോൾ ആണ്. ഹാൻഡിൽ ഫ്രെയിംസ് അതാ അവിടെ. ക്ലാസ് ക്രിയേറ്റ് ചെയ്തല്ലേ? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. ഇമ്പോർട്ട് ചെയ്യാൻ ഫംഗ്ഷന്റെ പേര് ഇപ്പോ വെരിഫൈ ഫ്രെയിംസ്. യെസ്, വെരിഫൈ ഫ്രെയിംസ് സെറ്റ് ചെയ്തു. വെരിഫൈ ഫ്രെയിംസ് പേര് കൊടുത്തോ. ഒന്ന് കാണാവോ, കാണിക്കാമോ? എങ്ങനെയാണോ എനിക്കൊരു കാണുന്നില്ലേ? എടോ, ലെഫ്റ്റ് സൈഡിലുള്ള അതൊന്ന് കുറച്ചിടാവോ? ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതോ? അതൊന്ന്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇതാണോ? വെരിഫൈ ഫ്രെയിംസ് അല്ലേ മാം? അതെ, വെരിഫൈ ഫ്രെയിംസ്. യെസ്, ഞാൻ നിങ്ങൾക്കൊരു URL തരാം. ആ URLലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യണം. ഓക്കെ, self.browser.get. അതെ, URL ചാറ്റിലുണ്ട്, എടുത്തോളൂ.
സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് ചെയ്തിട്ട് ബെറ്റ് അല്ല ഗെറ്റ് ചെയ്തിട്ട് ഇതാണോ? ഒരു ഞാൻ സെക്കൻഡ്. ചാറ്റിലിട്ടുണ്ടടാ, ഒന്നെടുത്തോ. എന്റെ ഇത് എന്ത് ചെയ്യുന്ന ഇപ്പൊ വന്നു ഇതെല്ലാം അങ്ങ് പോവാം. നിറയെ സ്ക്രീൻഷോട്ടുകളുടെ അയ്യരുകളിയാണല്ലോ. മൊത്തത്തിൽ സ്ക്രീൻഷോട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇതിന്റെ അകത്ത്. എന്ത് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈശ്വരാ. സഫാരിയിലാണോ? അല്ല, ടെസ്റ്റിംഗ് അതുമല്ല. എവിടെ പോയി? സഫാരി അല്ല. ക്രോം ഫയർഫോക്സ് എടുത്തേ. ഫയർഫോക്സിലാണോ ജോയിൻ ചെയ്തേക്കുന്നത് നീ? ഒന്നും വരുന്നില്ല. അതാ ഞാൻ URL ഒന്നുകൂടെ ഇടാവോ? ആയോ? my goodness. Policy user, cloud infrastructure. What is this? ഇതെല്ലാം എന്റെ തന്നെ. ഇതെല്ലാം എന്റെ സ്വന്തം സെർച്ചിങ് ആണെന്നാണോ? എന്റെ സ്വന്തമാണ്, എന്റെ മാത്രമാണ്. എന്റെ ഒരു കസിൻ ഉണ്ട്, ആളിങ്ങനെയാ. ആള് ലാപ്പ് ഷട്ട് ഡൗൺ ഇല്ല, സകലം സെർച്ച് ചെയ്ത് ഇങ്ങനെ വാരി വലിച്ചു കിടക്കും. എനിക്ക് എങ്ങാനും ആളുടെ ലാപ്പ് എടുക്കേണ്ടി വന്നാൽ ഓർഗനൈസ്ഡ് അല്ല കാര്യങ്ങളും. അല്ല, ഞാൻ ഗ്രൂപ്പിനോട് ചോദിക്കല്ല, ഞാനിത് എവിടുന്നാ തുടങ്ങേണ്ടത്, എനിക്ക് തന്നെ ഐഡിയ ഇല്ല പറയും. നമുക്ക് തൊടുമ്പോ ഒരു പേടിയാ. അവര് അല്ല ഏത് അത്യാവശ്യം എടുത്ത് വെച്ചിട്ടുള്ള അല്ലാത്തത് നമുക്ക് അറിയൂലല്ലോ. Get dot. Okay. Self dot browser dot get. Self dot. URL എങ്ങനെ കിട്ടും? അതാണ്. ഇതായിരുന്നു നേരത്തെ സംഭവിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അല്ല, പക്ഷെ ഇതെങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. ഇതെങ്ങോട്ടേ ഒരു കാര്യം ചെയ്യും, ബാക്കിയുള്ള ക്ലോസ് ചെയ്ത് കളയാൻ പറ്റാൻ ഒന്ന് ക്ലോസ് ചെയ്തേ ക്രോം. ഞാൻ ക്ലോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് സത്യം. കിട്ടി. യുറേക്ക. അത് ഓപ്പൺ ചെയ്ത് വെച്ചോ, ഒന്ന് ആക്സസ് ചെയ്ത് വെച്ചോ. ഇതല്ലേ ഫ്രെയിംസ്? അതെ. ഓക്കെ. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിൽ എത്ര ഫ്രെയിംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ എൻറ്റയർ ഈ ഒരു വെബ് പേജിന്റെ അകത്ത് എത്ര ഫ്രെയിംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം നമുക്ക്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? സോ ഫൈൻഡ് എലമെന്റ്സ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്പർ ഓഫ് ഫ്രെയിംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൊക്കേറ്റേഴ്സിൽ ബൈ ടാഗ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൊക്കേറ്റർ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ല. ബൈ ഡോട്ട് ടാഗ് നെയിം എന്ന് പറഞ്ഞിട്ട് ടാഗ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നമ്മുടെ എക്സ്പാത്തിനൊക്കെ മുൻപ് ബൈ ID, ബൈ ക്ലാസ് നെയിം, അതിന്റെ കൂടെ പഠിച്ചതായിരുന്നു ബൈ ടാഗ് നെയിം. പിന്നെ ടാഗ് നെയിം വെച്ച് ചെയ്യാൻ വേണ്ടിയുള്ളത് അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഫ്രെയിമിന്റെ ടാഗ് നെയിം എപ്പോഴും ഐ ഫ്രെയിം എന്നായിരിക്കും നമുക്കറിയാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ആപ്ലിക്കേഷനിൽ എത്ര ഐ ഫ്രെയിം ടാഗ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്താൽ പോരെ? മതിയോ? അപ്പൊ നമുക്ക് കിട്ടത്തില്ല. ഐ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ടാഗ് നെയിം ഫ്രെയിമിന് മാത്രം ഉള്ളതാണ്. അതെ. അപ്പൊ നമുക്ക് ഈ ഐ ഫ്രെയിം എന്ന് പറയുന്ന സാധനം കൗണ്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? കിട്ടും. ഈ ടാഗ് നെയിം എവിടെയായിരുന്നു മാം? നമ്മുടെ ഡോമില് നമ്മുടെ ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് കഴിഞ്ഞ് കാണുന്ന ഫസ്റ്റ് വാല്യൂ ഇൻപുട്ട്, അതുപോലെ തന്നെ ഏത് ഫയലാണെന്ന് അറിയാവോ? എങ്ങനെയാണോ? ഏത് ഫയൽ എടുക്കത്തില്ലേ നമ്മുടെ ഡോമില്
നമ്മൾ ടാഗ് ഡിസ്കസ് ചെയ്തല്ലേ, ടാഗ് നെയിം ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, വാല്യൂസ് അതിനകത്ത് ടാഗ് അതിന്റെ അകത്ത് ടാഗ് നെയിം. ഇപ്പൊ നമ്മൾ ഡോം എടുത്തില്ലല്ലോ. ഡോം എടുത്തോ? ഇല്ല, ഡോം എടുത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? അതായത് ഐ ഫ്രെയിം എന്നൊരു ടാഗ് നെയിം ആണ് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ ടൈപ്പ് ചെയ്തേടെ എല്ലാവരും. ടോട്ടൽ ഫ്രെയിം ഈക്വൽസ് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് അതുണ്ട് len of len of ടോട്ടൽ ഫ്രെയിം ഈക്വൽസ് len of ബ്രാക്കറ്റ്സിൽ കൊടുത്തോ സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്സ്. എലമെന്റ് ആണോ എലമെന്റ്സ് ആണോ? എലമെന്റ്സ്. മമ്മി ഈ എലമെന്റ്സ് എന്തിനായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത്? നമ്മൾ ഒന്നിൽ കൂടുതൽ എലമെന്റ്സിനെ എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തോ. അതിലെന്ത് കൊടുക്കണം? ബൈ ഡോട്ട് ടാഗ് നെയിം. ബൈന്റെ ബൈ സ്മോൾ കൊടുത്തടാ. ബൈ ഡോട്ട് അണ്ടർസ്കോർ നെയിം. ടാഗ് അണ്ടർസ്കോർ നെയിം. ടാഗ് നെയിമിന്റെ കോമ ഡബിൾ, അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. ടാഗ് അണ്ടർസ്കോർ നെയിം കഴിഞ്ഞൊരു കോമ കൊടുക്കുക. ഡബിൾ കോഡ്സില് കോമ ഡബിൾ കോഡ്സില് ഐ ഫ്രെയിം. ഐ ഫ്രെയിം ക്യാപ്സ് ആണോ? അല്ല, എല്ലാം സ്മോൾ. ഐ ഫ്രെയിം ഒരു ബൈ ഇമ്പോർട്ട് ചെയ്തോളൂ. സേവ് ചെയ്യുക. നമ്മളുടെ ഹാൻഡിൽ ഫ്രെയിംസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. വെരിഫൈ ഫ്രെയിംസിനെ വിളിക്കുക. ആദ്യം നമ്മുടെ ആക്സസ് ബ്രൗസറിനെ വിളിക്കുക, പിന്നെ ആരെ വിളിക്കുക? വെരിഫൈ ഫ്രെയിംസിനെ വിളിക്കുക. ആനി ഫ്രെയിമിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ ആദ്യമേ? അതെ. മാം ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് മാം. ഓക്കേടാ. ഓക്കെ, എന്തായിരുന്നു മാം പറഞ്ഞത്? ഇത് കഴിഞ്ഞിട്ട് എന്താ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനല്ലേ? എവിടെയാ ക്രിയേറ്റ് ചെയ്യണ്ടേ? ബേസിക് അങ്ങനെ അല്ലായിരുന്നു മാം? അതല്ലോ ഹാൻഡിൽ ഫ്രെയിം അതാ. പിന്നെ ആക്സസ് ബ്രൗസർ അല്ലേ? ഹാൻഡിൽ ഫ്രെയിം എങ്ങനെയാണോ അവിടെ വിളിക്കുക? കേസ് സെൻസിറ്റീവ് അല്ലേ? അയ്യോ, അതെ മാം. ഒരു സെക്കൻഡ്. ഹാൻഡിൽ ഫ്രെയിം അതെന്ത് പറ്റി അവിടെ? ഫ്രെയിംസ് ആണല്ലേ? ഇനിയും ഇൻവോക്ക് ചെയ്യണം. ബേസിക് ഡോട്ട് വെരിഫൈ ഫ്രെയിംസ്. മാം കറക്റ്റ് അല്ലേ? കറക്റ്റാ. വെരിഫൈ ഫ്രെയിംസ് വിളിച്ചാൽ മതി. എന്റെ മുന്നേ എന്തെങ്കിലും വിളിക്കാനുണ്ടോ? ഇല്ല.
ഇത് ആരെ വിളിക്കണം? ആക്സസ് ബ്രൗസർ. ആക്സസ് ബ്രൗസർ വിളിച്ചോ. ആക്സസ് ബ്രൗസറിനെ വിളിക്കണം. വിളിക്കൂ. മറന്നുപോയി. Browsers of yes. Okay. Okay. ഓക്കെ എക്സിക്യൂട്ട് ചെയ്തോ. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കണോ? വേണ്ട, ടൈം ഡോട്ട് സ്ലീപ്പ് വേണ്ട. അയാന എത്തിയില്ലേടാ അതുവരെ? എത്തില്ല. ഇല്ല. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുമ്പോ റിസൾട്ട് എന്താന്ന് പറയണേ എല്ലാവരും ഒന്ന്. വെയിറ്റ് ടോട്ടൽ ഫ്രെയിംസിനെ പ്രിന്റ് ചെയ്തേ. പ്രിന്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പ്രിന്റ് ചെയ്യൂ. മാം എനിക്ക് എറർ അടിച്ചല്ലോ, ടൈപ്പ് എറർ. ടൈപ്പ് എറർ അടിച്ചോ നോക്കട്ടെ. എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ, ഞാൻ കാണിക്കാവേ. ശിഖ, ഞാനൊന്ന് ഷെയർ ചെയ്യണടാ. ഷെയർ ചെയ്തോടാ, കുഴപ്പമില്ല. സ്ക്രീൻ കാണാൻ എന്താ മാം ഇവിടെ ഒരു ഇവിടെയാണ് എറർ അടിക്കുന്നത്. ടോട്ടൽ ഫ്രെയിംസിനെ പ്രിന്റ് ചെയ്തേടാ ശിഖ. ഞാൻ പ്രിന്റ് ടോട്ടൽ ഫ്രെയിംസ് അല്ലേ? LN of LN of self.browser find underscore elements. എലമെന്റ് അല്ലേ? Elements. മാം എന്നോടാണോ പറയണേ? അല്ലല്ലോ, എന്നോട് പിന്നെ പ്രിന്റ് ടോട്ടൽ എലിമെന്റ്സ് എന്നുള്ളതല്ലേ? അതെ എലമെന്റ്സ് എന്നാണോ? എലമെന്റ്സ്. ഫ്രെയിംസ് അല്ലേ? എലമെന്റ്സ്. എന്താടാ? ടോട്ടൽ ഫ്രെയിംസ് ആണല്ലോ. ടോട്ടൽ ഫ്രെയിം അത് വേരിയബിൾ നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. ടോട്ടൽ ഫ്രെയിമോ അല്ലെങ്കിൽ ഫ്രെയിംസോ എങ്ങനെയാണെങ്കിൽ കൊടുക്കാം. പ്രിന്റ് ഓഫ് ടോട്ടൽ ഫ്രെയിം എന്ന് കൊടുത്താ പോരെ? അതെ, പ്രിന്റ് ഓഫ് ടോട്ടൽ ഫ്രെയിം കൊടുത്താൽ മതി. യെസ്, ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. നോക്കട്ടെ. സീറോയാ കാണിക്കുന്ന മാം. അപ്പൊ ഒന്നുമില്ലേ? എന്താ സംഭവിച്ചപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ടോട്ടൽ എത്ര എണ്ണം പ്രിന്റ് ആയി? നമ്പർ വന്നത് പക്ഷെ സീറോ ആണല്ലോ മാം. അതിന്റെ അടുത്ത് ഒന്നും ഇല്ലെന്നാണോ? ഐ ഫ്രെയിം നോക്കട്ടെ. LN of self.browser dot find elements. ഒന്നും ഇല്ലാന്ന് വരാൻ പാടില്ലല്ലോ. At least 2 should be returned. ഒന്ന് ഇതിന്റെ അത് കഴിഞ്ഞ് ഡോട്ട് ഗെറ്റ് കഴിഞ്ഞ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തേ. വേഗം ക്ലോസ് ആയി പോകുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല. ഏതാ മാം? ടോട്ടൽ പ്രിന്റ് കഴിഞ്ഞിട്ടോ? പ്രിന്റ് അല്ല, ലൈൻ നമ്പർ 8 കഴിഞ്ഞിട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് കഴിഞ്ഞിട്ട് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. 0 വരാൻ പാടില്ല റിസൾട്ട്. ഇവിടെ എന്തോ ഒരു എറർ അടിച്ചു മാം. ഒരു മിനിറ്റ്, ഞാൻ ഇമ്പോർട്ട് ചെയ്യാത്തതിന്റെ ഞാൻ തോന്നുന്നു. ഇമ്പോർട്ടായി. Yes. 15 വന്നു മാം. എനിക്ക് 15 വന്നു. ഓക്കെ, റിൻഡു എന്താ റിസൾട്ട് വന്നേ നോക്കാം. ഡയാനക്ക് എന്താ റിസൾട്ട് വന്നേ? നോക്കുന്നു മാം. സൈറ്റ് എത്രയാ വന്നേ? നോക്കട്ടെ മാം. വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് 12 വന്നേ. ഓക്കെ, റിൻഡുവിന് 12 വന്നു, ശിഖയ്ക്ക് 15 വന്നു. ഓക്കെ, ഡയാനക്കോ?
നോക്കിയിട്ട് പറയണേ. അതെന്താ മാം? പറഞ്ഞുതരാം, എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എത്രയാടാ വന്ന കൺസോളില് ഡയാന? കാണിക്കുന്നില്ലല്ലോ മാം. ഷെയർ ചെയ്തേ, സ്ക്രീൻ ഷെയർ ചെയ്തേ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഡയാന ഷെയർ ചെയ്യും. കാണുന്നുണ്ടോ മാം? കാണാം. അതാ 12 താഴെ പ്രിന്റ് അയക്കുന്ന നോക്കിയേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഞാൻ 12 മറ്റതിലാണെന്ന് വിചാരിച്ചു മാം. മെത്തേഡിലല്ല. ഓ, ചിലർക്ക് 15 വന്നു, ചിലർക്ക് 12 വന്നു അല്ലേ? ഉം. അതായത് ഓക്കെ. നമ്മള് ജസ്റ്റ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഈ രണ്ടെണ്ണം അല്ലാതെ നമ്മളിൽ പലർക്കും പല രീതിയിലായിരിക്കും ഗൂഗിൾ ആഡ്സ് വരുന്നുണ്ടാവുക അല്ലേ? ഗൂഗിൾ ആഡ്സിന് ഇൻജെക്ട് ചെയ്യാനും ഐഫ്രെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ആഡ്സും ഒരു തേർഡ് പാർട്ടി അല്ലേ? മാം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാവോ? ഓക്കെ. കാണിക്കടാ, ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ മാം. സ്റ്റോപ്പ് ചെയ്തോളൂ. മാം പറഞ്ഞോ. യെസ്. അപ്പൊ നമ്മളുടെ അപ്ലിക്കേഷനില് ഗൂഗിൾ ആഡ്സ് കണ്ടിട്ടില്ലേ? ഗൂഗിൾ ആപ്സ് ഗൂഗിൾ ആഡ്സ് കുറേ ആഡുകൾ കുറേ വരാറില്ലേ നമ്മൾക്ക്? ഈ ആഡുകൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ സമയത്ത് ലോഡ് ആയപ്പോ ടോട്ടൽ എത്ര ഗൂഗിൾ ആഡ്സ് ഉണ്ടായിരുന്നോ അത് പ്ലസ് ഇതിലുള്ള എക്സിസ്റ്റിംഗ് ഫ്രെയിംസ്, അതാണ് നിങ്ങൾക്ക് കിട്ടിയ കൗണ്ട്. മനസ്സിലായോ? അപ്പൊ ഓരോ പ്രാവശ്യം അത് പലതാകുമോ? പല രീതിയിലാവും. അതെ, ഐ ഫ്രെയിംസിൽ അതായത് ഗൂഗിൾ ആഡ്സ് എത്ര തവണ വേണമെങ്കിൽ മാറി മറിഞ്ഞും വരാം. അതല്ലാതെയുള്ള നമ്മളുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ് ഇല്ലേ? സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഏതാ? നമ്മൾ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് ഐ ഫ്രെയിം കിട്ടിയ ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐ ഫ്രെയിം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ടിരിക്കും. അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ എലമെന്റ്സ് ടോട്ടൽ ഫ്രെയിംസ് എന്ന് നമ്മൾ പറയുന്നത് മൊത്തം മൊത്തം എൻ്റെ ആപ്ലിക്കേഷനകത്തുനിന്ന് വരുന്നത്. അതെ, ആ എൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഏതൊക്കെ ആഡ്സ് വരുന്നുണ്ട്, എന്തൊക്കെ തേർഡ് പാർട്ടി വരുന്നുണ്ടോ എല്ലാം കൂടിയാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. മാം ഫ്രെയിമിന്റെ ഡെഫിനിഷൻ പറയോ? Frames are the technique used to inject. They are the they are termed to be the technique. They are the terms term to the technique that injects the third party. That injects the ഒരു മിനിറ്റ് മാം. That injects the third party services, third party services or applications. Third party services or applications into the current site. Applications into the current site. Into the current site. Okay, fine. ഇനി സ്ക്രീൻ ഷെയർ ചെയ്തേടാ. ശിഖ ഷെയർ ചെയ്തേ. ഷെയർ ചെയ്തിട്ടില്ലേ ഞാൻ? ഇല്ല. ഓക്കെ, ഇത് പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ കാണാവോ? കാണാവോ മാം? അതോ ഇല്ലേ? ലോഡിംഗ് ആടാ. ഓൾറൈറ്റ്, ഓക്കെ. ഓക്കെ, ഇനി കാണിച്ചോളൂ. സ്ക്രീൻ കാണിച്ചേടാ.
കാണിച്ചിട്ടുണ്ടല്ലോ. സ്ക്രീൻ ഓ, റൈറ്റ് ഇതോ? ക്യാമറ. ഇപ്പോഴാണ് റൈറ്റ് ക്യാമറ കണ്ടത്. ഓക്കെ, ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഫ്രെയിമിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രെയിംസ് അല്ലെങ്കിൽ വേറൊരു ടാബ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള കണ്ടന്റിനെ ഹാൻഡിൽ ചെയ്യാൻ ബൈ ഇറ്റ്സെൽഫ് സെലീനിയത്തിന് കപ്പാസിറ്റി ഇല്ലാന്ന് അല്ലേ? അതായത് ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ ഈ ഫ്രെയിമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോക്കസ് കൊണ്ടുവരാൻ സെലീനിയത്തിന് അറിഞ്ഞുകൂടാ. അതെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ പേരാണ് സ്വിച്ച് ടു. സ്വിച്ച് അണ്ടർസ്കോർ ടു. അത് പറഞ്ഞായിരുന്നല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ. സെഷനിൽ ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു. ഒരു കാര്യം ചെയ്തേടാ, എല്ലാവരും അതൊന്ന് ഓപ്പൺ ചെയ്തേ, പേജ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഏത് പേജാ മാം? demoqa.com/frames. Frame. Okay. Yes. Come on, click. Okay. കാണാമോ? യെസ്, കാണാം. ഇതിൽ ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള അതില്ലേ? കണ്ടു. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തേ, എന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. അതിലുള്ള ഐ ഫ്രെയിമിന് ഒരു എക്സ്പാത്ത് എഴുതാം നമുക്ക്. വരുമ്പോ മാം ഐ ഡി ഉണ്ട് അതില്. ഫ്രെയിം 1 എന്ന് പറഞ്ഞ ഐ ഡി വെച്ച് എഴുതിക്കോ. / iframe സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അറ്റ് id ഈക്വൽസ് ഡബിൾ കോഴ്സിനകത്ത് ഡബിൾ കോഴ്സ് അല്ല പോയി സിംഗിൾ കോഴ്സ് ഉണ്ടാക്കുക. id ഈക്വൽസ് ഫ്രെയിം 1 സിംഗിൾ കോഴ്സിനകത്ത് അല്ലേ? നീ അത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഉറക്കെ പറയൂ. അയ്യോ, ആള് തള്ളാലോ. ടൈപ്പ് ചെയ്യ് ഐ ഫ്രെയിം 1 ടാഗ് നെയിം ടൈപ്പ് ചെയ്തേ. ആട്രിബ്യൂട്ട് എന്തായിരുന്നു ആക്ച്വലി? id ഫ്രെയിം ഫ്രെയിമോ അങ്ങനെ കണ്ടല്ലായിരുന്നു. ഒരു വട്ടം കൂടി ഇൻസ്പെക്ട് ചെയ്തേ, അപ്പൊ കിട്ടും അതിന്റെ വാല്യൂ. അതെന്ന് തോന്നുന്നു. ഫ്രെയിം നോക്കട്ടെ. ഇനി വന്നില്ലേ? ഫ്രെയിം 1 ആയിരുന്നു. അയ്യോ, വന്നില്ല. കാരണം എന്താ വരാത്തന്റെ? അതെന്താ കാര്യം ഇപ്പൊ അറിയാം. ഒരു ചെറിയ മിസ്റ്റേക്ക്, അത് എത്തിയാ മതി. ആ ഫ്രെയിമിന്റെ ഐ ഡി വാല്യൂ കോപ്പി ചെയ്ത് വെച്ചേ. ഐ ഡി വാല്യൂ ഫ്രെയിം 1 അത് തന്നെ ഞാൻ ചെയ്തത്. എടുക്കൂ, ചെറിയ മിസ്റ്റേക്ക് ആണ്. ഐ ഫ്രെയിം അല്ല ഐ ഫ്രെയിം എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യം മനസ്സിലായി. എന്റെ കാര്യത്തിൽ തീരുമാനമായി. എത്ര ഐ ഡി ഈക്വൽസ് എവിടെ മിസ്റ്റേക്ക് പറഞ്ഞോ, നീ തന്നെ പറ. ആദ്യം എനിക്കൊരു കോമൺ സെൻസ്. ഒരു സെക്കൻഡ്. F and iframe. അവിടെ എന്താ മിസ്സിങ്? വന്നു. കിട്ടിയില്ല, എടുത്തേ. Alright. See, okay. ഇനി എന്താ?
ഇനി എന്തായിരുന്നു ചെയ്യണ്ടേ? ഇനി എന്താ ചെയ്യേണ്ടത്? അതിനെ ഒളിക്കണം അല്ലേ? അതിൽ ലൊക്കേറ്റർ ചെയ്ത് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ചെയ്തോളൂ. സെൽഫ് ബ്രൗസർ പോയി. ടോട്ടൽ ഫ്രെയിംസ് കഴിഞ്ഞിട്ട് കേട്ടാ. ഫ്രെയിംസ് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ മാം ഒരു വേരിയബിൾ കൊടുക്കുക? ഏതേലും കൊടുത്താൽ മതിയോ? ഇഷ്ടമുള്ള നെയിം കൊടുത്തോ. ബ്രൗസർ ഇഷ്ടമുള്ള നെയിം കൊടുത്താൽ മതി. എനിത്തിങ് ഈസ് ഫൈൻ. dot find underscore Verify അല്ല ഫ്രെയിംസ്. എലമെന്റ്സ് ആണോ എലമെന്റ് ആണോ? എലമെന്റ്സ് അല്ലേ? ഇവിടെ നമുക്ക് സിംഗിൾ അല്ലേ, 1 of 1 അല്ലേ? ഇവിടെ എലമെന്റ് ആണ്. ഓക്കെ ഓക്കെ. എലമെന്റ്സ് ബൈ ഡോട്ട് ടാഗ് നെയിമിന് മാത്രം. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഇത് തന്നെ. ബൈ ഡോട്ട് എക്സ്പാത്ത് and value comma യെസ്. അല്ലേ? വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടോ. ഓക്കെ. വേരിയബിളിന്റെ പേരെന്തോ മാം? ഐഫ്രെയിം. ഐഫ്രെയിം എന്ന് വെക്കരുത്, വേറെ എന്തെങ്കിലും. ജസ്റ്റ് ഫ്രെയിം 1 തന്നെ വെച്ചോ. വേണമെങ്കിൽ ഫ്രെയിം 1 ഈക്വൽസ് കൊണ്ട് എഴുതിയാൽ മതി. എവിടെയാ ഫ്രെയിം 1 ഈക്വൽസ് ചെയ്ത് അടി കിട്ട് ചെക്ക് ഞാൻ ചെയ്ത്. ഓൾറൈറ്റ്. ഓക്കെ. അവിടെയാ ഉറപ്പിച്ചാ? ഉറപ്പിച്ചാ? എവിടെയാ ഫ്രെയിം 1 എഴുതുക? മറന്നുപോയി. വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ എവിടെ അസൈൻ ചെയ്യാ കുട്ടി? റിമൂവ് ചെയ്യേ. ഫ്രെയിം 1 അവിടെ റിമൂവ് ചെയ്യേ. നമ്പർ 11 ഫസ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്തേ. ഓ ഇതിനെ അല്ലേ? ശരി. യെസ് യെസ് യെസ്. യുഎസിലേക്ക് എനിക്ക് വണ്ടി പിടിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട്. ഓക്കെ. ഏതായിരുന്നോ? ഡയാന എത്തിയായിരുന്നോടാ? റിൻറ്റു ഡയാന എത്തിയല്ലേ? ഓക്കെ. താഴെ ടൈപ്പ് ചെയ്തോടാ ടോട്ടൽ ഫ്രെയിംസ് കഴിഞ്ഞിട്ട്. ഓക്കെ. ടോട്ടൽ ഫ്രെയിം കഴിഞ്ഞിട്ട് പ്രിന്റ് ടോട്ടൽ ഫ്രെയിംസ് കഴിഞ്ഞിട്ട് ഓക്കെ. താഴെ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം? ഇപ്പൊ നമ്മുടെ ആ എക്സ്പാത്ത് നമ്മൾ എഴുതുന്നത് ടോട്ടൽ ഫ്രെയിം കഴിഞ്ഞിട്ടല്ലേ? പ്രിന്റ് ടോട്ടൽ ഫ്രെയിം കുഴപ്പമില്ല. വേരിയബിൾ ക്രിയേഷൻ അല്ലേ? കുഴപ്പമില്ല. നമ്മൾ കോൾ ചെയ്യുന്നത് എവിടെയാണോ അവിടെ അല്ലേ മാറ്റർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. താഴെ എഴുതിക്കോ. സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് സ്വിച്ച് ടു ഫ്രെയിം. Yes, dot frame switch underscore to dot frame of frame 1. Yes, സിഗയുടെ കേസിൽ ഫ്രെയിം 1. ബാക്കിയുള്ളവർക്ക് എന്താണോ നിങ്ങൾ വേരിയബിൾ നെയിം കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്വിച്ച് ടു ഫ്രെയിം. ഇതെന്തിനാ മാം? സ്വിച്ച് ടു ഫ്രെയിം എന്ന് പറഞ്ഞ ഈ സ്റ്റെപ്പ് ഇല്ലെങ്കിൽ ആ ഫ്രെയിമിലേക്ക് നമ്മളുടെ ഡ്രൈവറിന്റെ ഫോക്കസിനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല. മനസ്സിലായോ? അതായത് നമ്മുടെ ഡ്രൈവറിന്റെ ഫോക്കസ് എത്തിയാൽ മാത്രമല്ലേ നമുക്കൊരു ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്രൈവറിന്റെ ഫോക്കസ് ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് വന്നാലല്ലേ ഫ്രെയിമിന്റെ മേൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ലെങ്ത് എടുക്കുന്നതിന്റെ കാര്യം എന്തായിരുന്നു? അത് ജസ്റ്റ് ഫൈൻഡ് എലമെന്റ്സിന്റെ ഒരു ഫംഗ്ഷനാലിറ്റി പറഞ്ഞതാണ്. ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഇങ്ങനെയുള്ള സിനാരിയോസിൽ യൂസ് ചെയ്യും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സം ബട്ടൺസ് കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളെല്ലാം വരില്ലേ? അതായത് മാം ഒരു പേജിനകത്ത് ഇപ്പൊ എനിക്കൊരു 20 ബട്ടൺ ഉണ്ടെങ്കിൽ എത്ര ബട്ടൺ ഉണ്ട് ആ പേജിനകത്ത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് മാം ഒരു മിനിറ്റ്. ആ ടാഗ് നെയിം എന്താണെന്ന് ഞാൻ നോട്ട് ചെയ്തോട്ടെ. എന്താ പറയണ്ടേ? ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് frames or buttons or any web elements. Any
വെബ് എലമെന്റ് ഇൻ എ പേജ്. മാം ഇതിന്റെ നോട്ട് മാം തരത്തില്ലേ ലാസ്റ്റ്? ലാസ്റ്റ് ഞാൻ തരൂ ഇതിന്റെ നോട്ട്. ഓക്കെ. ഓക്കെ, ഇനി അതിന്റെ താഴെ ടൈപ്പ് ചെയ്യടാ എല്ലാവരും. ഇനി എല്ലാവരും നമ്മുടെ വെബ് ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നേ. അപ്പൊ ടൈപ്പ് ചെയ്യണ്ടേ? ടൈപ്പ് ചെയ്യാനുള്ളത് പറഞ്ഞുതരാം. ഇതിലേക്ക് വരട്ടെ, ബ്രൗസറിന്റെ പേജ് എടുത്തേ. വെബ് ആപ്ലിക്കേഷൻ ഇതൊക്കെയുള്ള ഏറ്റവും വലിയ ടാസ്ക് ആണത്. അതെ. ഇത് ക്ലോസ് ചെയ്ത് വെബ് ആപ്ലിക്കേഷൻ എടുത്തു. ദിസ് ഈസ് എ സാമ്പിൾ പേജ് ഹെഡിങ് ഇല്ലേ, അതിന് അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പാത്ത് എടുത്ത് ഒരു H1 ടാഗ് ആയിരിക്കും അത് വരുന്നത്. ആ H1 ടാഗിനെ വെച്ചിട്ട് ഒരു എക്സ്പാത്ത് എഴുതിക്കേ. H1 ID ഈക്വൽസ് എഴുതിക്കോളൂ. എക്സ്പാത്ത് ആണോ? എക്സ്പാത്ത് എഴുതണം, എഴുതിക്കോളൂ. അപ്പം എക്സ്പാത്ത് അല്ലാതെ ഏത് വേ വേണമെങ്കിൽ എടുക്കട്ടോ. ഞാൻ നിങ്ങളെ കൊണ്ട് എക്സ്പാത്തിന് എഴുതിക്കുന്നത് എന്താന്ന് വെച്ചാ, ഇന്റർവ്യൂസിലൊക്കെ നിങ്ങളെടുത്ത് എക്സ്പാത്ത് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാ. ഇത് ചെയ്തൊരു പ്രാക്ടീസ് വരുമ്പോ നിങ്ങൾക്ക് തന്നെ എഴുതാൻ കിട്ടും. ഇത് നമ്മളെ മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഈ ഐഡിയുടെ പുറത്ത് വരുന്ന ടെക്സ്റ്റ് എടുത്തിട്ട് ഒരു കാര്യം ചെയ്തില്ലായിരുന്നു, ഞാൻ മറന്നുപോയത്. ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണോ? ഇങ്ങനെയുള്ള ടൈമിലും യൂസ് ചെയ്യാം. ടെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏത് സിനാരിയോയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ എടുത്താലും പോരെ മാം? മതി മതി മതി. എൻഡ് ഓഫ് ദി ഡേ നമുക്ക് 1 of 1 കിട്ടണം, അത്രേ ഉള്ളൂ. അത് ഏത് ആട്രിബ്യൂട്ട് എടുത്താലും നോ ഇഷ്യൂസ്. നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് വെച്ച് എടുത്തോ, ടെക്സ്റ്റ് വെച്ച് എഴുതിക്കോ. അഡ്രസ് ID മാറ്റിയിട്ട് പകരം ടെക്സ്റ്റ് വെച്ച് എഴുതി. എനിക്ക് 1 of 2 ആട്ടോ വന്നേ. അപ്പൊ 1 of 2 കിട്ടിയതിനോണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, ടെക്സ്റ്റ് വെച്ച് എങ്ങനെയായിരുന്നു, മറന്നുപോയി. ഇടാവേ. അയ്യോ, അത് മാം പറഞ്ഞു തന്നായിരുന്നു. അതല്ലേ ടാഗ് നെയിം ആട്രിബ്യൂട്ടും വാല്യൂ മാത്രം ഇടുന്നത്, അതാണോ മാം? ഓക്കെ ഞാൻ ചെയ്തു. അറിയാം ഉണ്ട്, ഞാൻ ചെയ്തോളാം. ഞാൻ ചോദിച്ചോളാം. അപ്പൊ ഇത് വേണമെന്ന് പറഞ്ഞല്ലേ മാം? ഇത് വേണ്ട. ഓക്കെ. എന്റെ ചാറ്റിൽ എന്റെ സിന്റാക്സ് ഇട്ടിരിക്കുന്ന നോക്കിക്കേ. ഓക്കെ. അപ്പം ഓക്കെ. അപ്പൊ മാം പറയുന്ന ടെക്സ്റ്റ് എന്തോ എങ്ങനെ എടുക്കുക? / ടാഗ് നെയിം. ടാഗ് നെയിം എന്താ? H1. ഓക്കെ. മാം എനിക്കിപ്പോ 2 of 2 ആണല്ലോ മാം കിട്ടണേ. 2 of 2 അത് രണ്ടാമത്തെ സെഷനിലേക്ക് എന്തായിരിക്കും പറഞ്ഞുതരാം. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇടുക. തെറ്റിപ്പോയി, എന്റെ തെറ്റിപ്പോയി. ഞാൻ പറയുന്ന പോലെ ടൈപ്പ് // H1 സ്ക്വയർ ബ്രാക്കറ്റ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ദിസ് ഇസ് എ സാമ്പിൾ ഹെഡിങ്, ദിസ് ഇസ് എ സാമ്പിൾ പേജ്. അതൊന്ന് കൊടുത്തേ മാം. ഇതിങ്ങനെ തന്നെയാണല്ലോ മാം ഞാനും കൊടുത്തേ. ഞാൻ ചാറ്റിലിടാവേ, ഞാൻ കൊടുത്ത എന്നാന്നേ, ഇങ്ങനെ തന്നെയാ കൊടുത്തത്. സാമ്പിൾ പേജ്. ഓക്കെ, 1 of 2 കിട്ടിയാൽ നമുക്ക് നോക്കാം, പറഞ്ഞുതരാം. ദിസ് ഇസ് എ സാമ്പിൾ പേജ്. ദിസ് ഇസ് എ സാമ്പിൾ പേജ്. ആ ടെക്സ്റ്റ് അങ്ങനെ കോപ്പി എടുക്കടാ.
ഞാൻ ടെക്സ്റ്റ് കാണുന്നില്ല. ടെക്സ്റ്റ് കാണില്ല, ഞാൻ തല്ലു കിട്ടും. നേരെ നോക്ക്, ആ, നേരെ നോക്ക്, നേരെ നോക്ക്. ആ ബോഡി ടാഗിന്റെ തൊട്ട് താഴെ കിടക്കുന്നത് എന്താ? ഇതല്ലേ അതിന്റെ ടെക്സ്റ്റ് ഏതാ? ദിസ് ഇസ് എ സാമ്പിൾ പേജ്. സാമ്പിൾ ഹെഡിങ്. സാമ്പിൾ ഹെഡിങ് ഐഡി ആണ് കുട്ടി. ടെക്സ്റ്റ് ദിസ് ഈസ് എ സാമ്പിൾ പേജ്. യെസ്, അത് തന്നെ. ഓക്കെ, ഓൾറൈറ്റ്. അതാണ് വാല്യൂ ആയിട്ട് അപ്പൊ കൊടുക്കണ്ടത്. വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. അതെ. ഇനി ആ തെറ്റിന്റെ ശുഖയ്ക്ക് നല്ല അടി തരും. എനിക്ക് US ആളുണ്ട് തല്ലാനായിട്ട്. ഈ അഡ്രസ് തന്നാ മതി, ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചേക്കാം. മാം ഇത് തന്നെയാണോ ഞാൻ ചെയ്തത്? പറഞ്ഞുതരാം. അതെന്താ അങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫംഗ്ഷൻ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് പക്ഷേ 0 of 0 ആണല്ലോ. ദിസ് ഈസ് സാമ്പിൾ പേജ് കഴിഞ്ഞ എന്താ മിസ്സിംഗ്? ബ്രാക്കറ്റ് ഇടോ? യെസ്, 1 of 2 still fine, because ഇതില് ഈ പേജിൽ രണ്ട് ഹെഡിങ്സ് ഉണ്ട്. ദിസ് ഇസ് സാമ്പിൾ പേജ്, സെയിം ടെക്സ്റ്റ് വെച്ചിട്ട് ഇല്ലേ? നമ്മൾക്ക് ഈ കേസിൽ 1 of 2 വന്നാലും ഇഷ്യൂസ് ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റിലേക്ക് ഫോക്കസ് വരണമെങ്കിൽ നമ്മൾ സ്വിച്ച് ടു ഫ്രെയിം ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. നമ്മുടെ ആ ഫ്രെയിമിന്റെ അകത്ത് ഒറ്റ ടെക്സ്റ്റ് അല്ലേ ഉള്ളൂ, H1. അതുകൊണ്ട് ഈ സിനാരിയോയിൽ 1 of 2 വന്നാലും പ്രശ്നമില്ല. അതപ്പം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഓക്കെ ഈ ഇത് എടുത്താൽ മതി എന്നുള്ളത്? ഇത് മെയിൻ ആയിട്ട് ഞാൻ പറയാം. ഈ സിനാരിയോയിൽ ഞാനത് ഇതിനെ നമുക്ക് എന്താ പറയുക സോൺ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, നമ്മൾ ഫ്രെയിംസ് അല്ലെങ്കിൽ പുതിയൊരു ടാബ് എന്നുള്ള സിനാരിയോസിലേക്കെല്ലാം വരുമ്പോൾ നമ്മൾ സ്വിച്ച് ടു എന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ്ഫുള്ളി കൊടുത്താൽ മാത്രമേ അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ക്ലിയർ ആണോ? അത് ക്ലിയർ. സോ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് വരുന്നൊരു ഇതെന്താന്ന് വെച്ചാല്, ലെറ്റ്സ് സേ ഒരു പേജിൽ 3 ഫ്രെയിംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കേസിലാണെങ്കിൽ 2 ഫ്രെയിംസ് ഉണ്ട്. ഈ 2 ഫ്രെയിംസിലും കോമൺ ആയിട്ടുള്ള ടെക്സ്റ്റ് സെയിം ആണ്. ഓക്കെ, ടെക്സ്റ്റ് സെയിം ആണ്. ഈ 3 എണ്ണത്തിലും ടെക്സ്റ്റ് സെയിം ആണ്. ദിസ് ഇസ് സാമ്പിൾ പേജ് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് വെച്ച് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കി നടന്നില്ല, ഐഡി വെച്ച് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കി അതും നടന്നില്ല. പക്ഷെ സ്റ്റിൽ എക്സിക്യൂഷൻ സമയത്ത് സ്വിച്ച് ടു ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവറിന്റെ ഫോക്കസ് എവിടെയാ നിൽക്കുന്നത്? നമ്മൾ ഇപ്പൊ ഏതിലേക്കാണോ സ്വിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് അല്ലേ? ഈ ഏതിലായിട്ട് സ്വിച്ച് ചെയ്യാൻ പറഞ്ഞേക്കണേന്ന് ഉദ്ദേശിച്ചാൽ ഏതാണ് നമ്മളിപ്പോ പറഞ്ഞേക്കണേ? മറ്റേ demoqa.frame demoqa.comലെ ഫ്രെയിം 1 എന്ന് പറഞ്ഞ ഫ്രെയിമിലേക്ക്, ഐ ഫ്രെയിമിലേക്ക്. അപ്പൊ ആ ഐ ഫ്രെയിമിൽ ആകെ ഒറ്റൊരു H1 ഉള്ളൂ. മനസ്സിലായോ? ഈ ഒരു ഐ ഫ്രെയിമിൽ ഒറ്റൊരു H1 ഉള്ളൂ അല്ലേ? ഈ ഒരു ഐ ഫ്രെയിമിൽ ഒറ്റ H1 അല്ലേ ഉള്ളൂ. എത്ര H1 ഉണ്ട് ആ ഐ ഫ്രെയിം ടാഗിന്റെ അകത്ത് നോക്കിക്കേ? അതിനകത്ത് ഒന്നേ ഉള്ളൂ. അപ്പോ ഡ്രൈവർ കൺസിഡർ ചെയ്യുന്നതും അയാളെ മാത്രമായിരിക്കും. മനസ്സിലായോ? അതെങ്ങനെയാ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അത് ഇതെടുത്തോ. അല്ല പക്ഷെ മാം ഇവിടെ ഇവര് ഇത് പറഞ്ഞേക്കുന്ന 1 of 2 എന്നല്ല, അതായത് 2 ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ കിടക്കുന്നത് വേറൊരു ഫ്രെയിമിന്റെ അകത്താ. ആ ഫ്രെയിമിലേക്ക് നമ്മൾ ഫോക്കസ് കൊണ്ടുപോയിട്ടില്ല. മനസ്സിലായോ? നമ്മൾ ഡോട്ട് സ്വിച്ച് ടു ഫ്രെയിം എന്തിനാ നമ്മൾ കൊടുത്തേ? ഡ്രൈവറിന്റെ ഫോക്കസിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ? ഇപ്പൊ നമ്മളുടെ ഫ്രെയിമിന്റെ ഫോക്കസ് എവിടെയാ? ഫ്രെയിം 1ലാണ്. ഇപ്പൊ ഫ്രെയിം 2ലോ ഫ്രെയിം 3ലോ സെയിം ടെക്സ്റ്റ് ഉണ്ടെങ്കിലും 1 of 3ഓ 1 of 4ഓ വന്നാലും ഈ ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ എന്നെ മാറ്റർ ചെയ്യോ? അപ്പോ അതായത് ഡ്രൈവറിന്റെ ഫോക്കസ് നിൽക്കുന്നത് എന്റെ ഐ ഫ്രെയിം 1ലാണ്. ഐ ഫ്രെയിം 1ൽ ആകെ ഒറ്റ H1 ഉള്ളൂ. അപ്പൊ ബാക്കി എത്ര ഐ ഫ്രെയിംസ് ഉണ്ടെങ്കിലും അതില് എത്ര H1s ഉണ്ടെങ്കിലും അതിനെ കൺസിഡർ ചെയ്യത്തില്ല. അത് കൺസിഡർ ചെയ്യുന്നത് ഏതിനെ മാത്രമായിരിക്കും? നമ്മളുടെ ഈ ഐ ഫ്രെയിം 1ലുള്ള H1നെ മാത്രമായിരിക്കും.
അതായത് ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്നുള്ളത്. അതെ അതെ. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ കൺഫ്യൂഷന്റെ പാർട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. അത് ഇത് കഴിഞ്ഞ സ്റ്റെപ്പ് ചെയ്ത് തരുമ്പോൾ മനസ്സിലാവും. ഈ എക്സ്പാത്ത് എടുത്തേ. ഓക്കെ, എടുത്തു. റൈറ്റ് ചാനൽ വരിക. അതിന്റെ ടെക്സ്റ്റ് റീഡ് ചെയ്യാട്ടോ. നമുക്ക് സ്വിച്ച് ടു ഫ്രെയിമിന്റെ താഴെ വരിക. ഫ്രെയിം 1ന്റെ താഴെ വന്നിട്ട് ഓക്കെ, self dot driver dot self browser dot find underscore elements പറഞ്ഞിട്ട് എഴുതിക്കോളൂ. ബൈ എക്സ്പാത്ത് അല്ലേ? ബൈ എക്സ്പാത്ത്. ബൈന്റെ ബൈ ശ്രദ്ധിക്കൂ. ഓക്കെ, ഇതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. എന്നിട്ട് ആ വേരിയബിളിന്റെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാം. വേരിയബിളിലേക്ക് അസൈൻ ചെയ്യൂ. ഫ്രെയിം ശിവ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തടാ. പേര് മാം ഫ്രെയിം ഏതെങ്കിലും എവിടെയാ അസൈൻ ചെയ്യാത്ത അവിടെ തെറ്റിച്ച് അടി കിട്ടും. അല്ലേ? അല്ല, തെറ്റി തെറ്റി. എവിടെയാ ശ്രദ്ധ തെറ്റി. ശ്രദ്ധ പോയതിന്റെ അവിടെയല്ല, വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതാണ്. അല്ല, പേര് മാം ഇത് തന്നെയല്ലേ? ഫ്രെയിം ഈക്വൽസ് കൊടുത്തോ, വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഫ്രെയിം ഈക്വൽസ് കൊടുത്തോ. നീ ഫ്രെയിം ഡോട്ട് ടെക്സ്റ്റിനെ പ്രിന്റ് ചെയ്തേ. അല്ലേ? അതെ. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. മാം ഒരു മിനിറ്റ്. നമ്മളിപ്പോ വേരിയബിളായിട്ട് അസൈൻ ചെയ്തു. അത് തന്നെ ഞാൻ വിട്ടുപോയി. അത് എങ്ങനെയുണ്ട്? അതെ, ഞാൻ ടെക്സ്റ്റ് റിട്രീവ് ചെയ്യാം. അയ്യോ, അതെങ്ങനെയായിരുന്നു? ഒരു മിനിറ്റ്. എങ്ങനെയാ റിട്രീവ് ചെയ്യാ? പറഞ്ഞ്. അതായത് ഫ്രെയിംസ് അല്ല, അയ്യോ, പ്രിന്റ് ചെയ്യണോ? അല്ല, പ്രിന്റ് ചെയ്യണം. എന്താ പ്രിന്റ് ചെയ്യേണ്ടത് പറഞ്ഞോ. പ്രിന്റ് ഓഫ് ഫ്രെയിംസ് 1. പിന്നെ ബാക്കി പോരട്ടെ. ഡോട്ട് ടെസ്റ്റ് ആണോ? ഉറപ്പിച്ചാൽ ഞാൻ സമ്മതിക്കും. ആണെന്ന് തോന്നുന്നു. അതെ 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 അതെ. എനിക്ക് എറർ വന്നല്ലോ മാം. കാണാം. ഫൈൻഡ് എലമെന്റ് ആണോ എലമെന്റ്സ് ആണോ ശിഖേ? എന്റെ ഫൈൻഡ് എവിടെയായിരുന്നു? ലൈൻ നമ്പർ 16 എലമെന്റ് ആണോ എലമെന്റ്സ് ആണോ? അയ്യോ അല്ല, എലമെന്റ് ആണ്. എക്സ്പാത്ത് നമ്മൾ എടുക്കുവല്ലേ. ഓക്കെ. അല്ല മാം, അതിപ്പോ മാം എങ്ങനെ മനസ്സിലാക്കി? അത് മെസ്സേജ് ലിസ്റ്റ് ഒബ്ജക്ട് ഹാസ് നോ ആട്രിബ്യൂട്ട്. മാം എനിക്ക് വന്നപ്പോ നേരത്തെ 12 അല്ലായിരുന്നോ നമ്മുടെ ലെങ്ത് കാണിച്ചു? ഇപ്പൊ 11 അത് മാറി വരും. അത് നോക്കണ്ട. അത് ഗൂഗിൾ ആഡ്സിന്റെ എണ്ണം കൂടുതലും കുറഞ്ഞതനുസരിച്ച് മാറി വരും. പിന്നെ അതിന് ദിസ് ഇസ് എ സാമ്പിൾ പേജ് എന്നും വന്നു. അതുപോലെ മതി. അതല്ലേ നമ്മൾ ടെക്സ്റ്റ്. എനിക്ക് കിട്ടിയടാ. കിട്ടി. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്ത് നോക്കിക്കേ. ആ സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് സ്വിച്ച് ടു ഇല്ലേ, ഒന്ന് കമന്റ് ചെയ്യോ. സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ഫ്രെയിം ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ. ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്കിതിപ്പോ എക്സിക്യൂട്ട് ആവുമോ അതോ എറർ അടിക്കുമോ എന്ന് നോക്കാം.
ലോഡായി. ഓക്കെ, ഇനി പൈസാമിലൊന്ന് നോക്കി നോക്കിയേ. എറർ അടിച്ചു. എന്താ? നോ സച്ച് എലമെന്റ് ഫൗണ്ട് എക്സെപ്ഷൻ അല്ലെ, അൺഏബിൾ ടു ലൊക്കേറ്റ് ദി എലമെന്റ് അല്ലെ. ആ എലമെന്റ് അവിടെ തന്നെ ഇല്ലേ ആക്ച്വലി? ഉണ്ട്. പക്ഷേ അത് ഫ്രെയിമിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാത്തത് കൊണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സെലീനിയം ഡ്രൈവറിന് പറ്റുന്നില്ല. ഓ, അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. യെസ്, മനസ്സിലായോ? അതായത് ഒരു പേജിനകത്ത് നമുക്കൊരു ഫ്രെയിം ഉണ്ടെങ്കിൽ എനിക്കിപ്പം ഫസ്റ്റ് ഫ്രെയിമിൽ പോണം. ഇപ്പം നമ്മളിപ്പോ ഫ്രെയിം 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഫ്രെയിമിൽ പോകും അല്ലെ. അവിടെ ചെന്നിട്ട് അതിനെ നമ്മൾ എടുത്ത് അതിന്റെ എക്സ്പാത്ത് കണ്ടുപിടിക്കുക, അതിന്റെ അതെന്താന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇത്രയല്ലേ ഉള്ളൂ. അതെ. ഓക്കെ, ഇനി നോട്ട് ഇരുന്നാ മതിയായിരുന്നു. ഇതൊക്കെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ റിഫ്രഷ് ചെയ്ത് പോയാൽ മതി. മാം ഇത് എന്താണെന്നറിയാവോ, കോമഡി നമുക്ക് ഏറ്റവും വരുന്നത് ഇത് വന്നിട്ട് ആ സമയം നമ്മൾ നോക്കുമ്പോ ഇത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളിത് ചെയ്യുന്നതിന്റെ സൈഡിൽ കമന്റ് ആയിട്ട് എഴുതി വെക്കുക. മനസ്സിലായോ? അപ്പൊ സ്വിച്ച് ടു ഫ്രെയിമിന് മാം എന്താ പറയാ മാം? സ്വിച്ച് ടു ഫ്രെയിമിന് എഴുതി വെക്കാനായിട്ട് switch to function is used to switch the focus of എന്താ മാം? switch the focus. It is used to switch the focus of driver into a frame or tab. Do a frame or tag. Okay. Tag അല്ല tab. മറ്റേ നമ്മുടെ എക്സ്പാത്ത് ദിസ് ഇസ് എ സാമ്പിൾ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്രീവ് ദ ഫ്രെയിം അല്ലേ, ഫ്രെയിം നെയിം അല്ലേ? അതെ. ഇനി നമ്മൾ ഒരു സാധനം എടുത്തെടുത്ത് കൊണ്ട് വെക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് അതിനെ ബാക്ക് ടു ദ സ്ക്വയർ ആക്കുന്നത് അല്ലേ. ബാക്ക് ടു ദ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ പറയാ, നിങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്തേക്കാണ് കൊണ്ടുവരിക. അതിനാണ് ബാക്ക് ടു സ്ക്വയർ എന്ന് പറയാ നമ്മള്. അപ്പോ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ്. ടൈപ്പ് ചെയ്തേ എടാ, കമന്റ് ചെയ്ത് റിമൂവ് ചെയ്യണേ. ഓക്കെ. ഞാൻ ഓഫീസിൽ കൊണ്ടുതരുന്ന ഓക്കെ. എന്താ മാം ഇടണ്ടേ? അങ്ങോട്ട് പോരി. വാവേ പോയി കേൾക്കോ. self.browser.switch to switch underscore to switch underscore tw dot tw അല്ല to dot default d അടിച്ചേ default underscore content. self.browser dot ഇതെന്താ സ്പേസ് switch default underscore content. ക്ലിയർ ആണോ? ഇതെന്തിനായിരുന്നു മാം ഒന്ന് പറഞ്ഞുതരോ? അത് ഏതാ? ബൈ ഡിഫോൾട്ട്, അതായത് നമ്മുടെ ഡ്രൈവറിന്റെ ഫോക്കസ് ഉണ്ടായിരുന്നു അവിടേക്ക് എന്നെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യിക്കാനായിട്ട്. അപ്പൊ ഞാൻ എങ്ങനെയാ ഇത് എഴുതുന്നേ? To release the focus. Okay. From the driver അല്ലേ? From the driver അല്ല, from the frame. Frame. Okay.
ഇന്ന് ഈ ഫ്രെയിംസിന്റെ ടോപ്പിക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. നാളേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു പണിയുണ്ട്. ഇതുവരെ എടുത്ത ടോപ്പിക്സ്, അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ബ്രൗസർ കമാൻഡ്സ്, വെബ് ബ്രൗസർ വെബ് എലമെന്റ് കമാൻഡ്സ്, പിന്നെ നാവിഗേഷൻ കമാൻഡ്സ് ഒക്കെ ഇല്ലേ, നല്ലോണം നോക്കി പഠിക്കുക കേട്ടോ. നല്ലോണം നോക്കി പഠിച്ചു വരിക. കാരണം ഒരു 2-3 ടോപ്പിക്സ് കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് സെലീനിയം കഴിയും. പിന്നെ നമ്മൾക്ക് ഡയറക്റ്റ്ലി നമ്മൾ പ്രൊജക്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അന്നേരത്തേക്ക് തപ്പൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടോപ്പിക്സ്, ഞാനിപ്പോ പറഞ്ഞ ടോപ്പിക്സ്, ബ്രൗസർ കമാൻഡ്സ്, അതുപോലെ ഏതായിരുന്നു, ബ്രൗസർ കമാൻഡ്സ് പറഞ്ഞു, വെബ് എലമെന്റ് കമാൻഡ്സ് പറഞ്ഞു, അങ്ങനെ അതുപോലെ തന്നെ ടേബിൾ ഹാൻഡ്ലിങ്. ഡ്രോപ്പ് ഡൗൺ വേണ്ടോ മാം? എന്താടാ ഡ്രോപ്പ് ഡൗൺ വേണോ? ഡ്രോപ്പ് ഡൗൺ, യെസ്, ഡ്രോപ്പ് ഡൗണും വേണം. ഡ്രോപ്പ് ഡൗൺ വേണം. ചെക്ക് ബോക്സും റേഡിയോ ബട്ടൺസും വേണം നിർബന്ധമില്ല, പക്ഷെ ഡ്രോപ്പ് ഡൗൺസ് വേണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നാളേക്ക് നല്ലപോലെ നോക്കിയിട്ട് വരണേ. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കും, എന്നിട്ടേ ഞാൻ തുടങ്ങത്തുള്ളൂ കേട്ടോ. യെസ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ പ്രൊജക്റ്റിലേക്ക് തെമ്പ് പഠിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ചൂടാവും. വെറുതെ ആവശ്യത്തെ പഠിക്കണ്ടല്ലോ. അതാണ്. മാം എങ്ങനെയായിരിക്കും ചോദിക്കുന്നേ? ഞാൻ സാധാ ചോദിക്കുമ്പോഴേ ചോദിക്കും. അതാലോചിച്ച് ഞാൻ ടെൻഷൻ ആവണ്ട. നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. കറക്റ്റ് തിരുത്ത ചോദ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് നോക്കി വന്നാൽ മതി ടോപ്പിക്സ്. ഓക്കെ. ആകെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന URL ഗെറ്റ് ചെയ്യാൻ മാത്രം. അതാ പറഞ്ഞു, ബാക്കി നമ്മുടെ പഠിച്ചോളൂ കേട്ടോ. അത് തന്നെയാണ് എന്റെ അവസ്ഥ. എന്ത് ചെയ്യും? അതൊന്നും കോൺഫിഡൻസ് ഉണ്ട്, എഴുതാൻ കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ആ ടെക്സ്റ്റ് വരുമ്പോ ഒരു കൺഫ്യൂഷൻ ആണ്. അത് സാരില്ല. എല്ലാം മൊത്തം കൾപ്പ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. മാം ടെക്സ്റ്റിന്റെ സിൻടാക്സും എക്സ്പാത്തിന്റെ സിൻടാക്സും വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. നെയിം, ആട്രിബ്യൂട്ട്, വാല്യൂ മാത്രം തരുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം എന്തുവായിരുന്നു മാം? അത് പല രീതിയിൽ നമ്മളൊരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അതായത് ടെക്സ്റ്റ് വെച്ച് ഗെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ @ യൂസ് ചെയ്യത്തില്ല. കാരണം ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് അല്ലല്ലോ. ആട്രിബ്യൂട്ട്സ് ഏതാണ്? ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആ ടാഗിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് @ യൂസ് ചെയ്യാത്തത്. ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഈ എടുത്തലൊന്നും ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല. താങ്ക് യു.